ഹലോ, ഇന്നത്തെ OTT റിലീസ് ചിത്രങ്ങളും മറ്റു ചിത്രങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷനുമായി ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിലേക്ക് മുൻപേ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി അറിയിക്കാൻ പോകുന്നത് ജോജു, ജുനൈസ്, സാഗർ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു പണി. ചിത്രത്തിന് മികച്ചൊരു വിജയം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. പണി എന്ന ചിത്രം ഇപ്പോൾ മുതൽ സോണി ലീവ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാണ്. ചിത്രത്തിന് വേണ്ടി എത്ര പേര് കാത്തിരുന്ന് തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഗിരീഷ് എഡിയുടെ സംവിധാനത്തിൽ നെസ്ലിൻ നായകനായി എത്തിയ ചിത്രമായിരുന്നു അയാം കാതലൻ. ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രം ജനുവരി 17-ാം തീയതി മുതൽ മനോരമാക്സ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യലായി കൺഫേം ആക്കിയിട്ടുണ്ട്. ചിത്രത്തിൻ്റെ OTT റിലീസിനായി നമുക്ക് കാത്തിരിക്കാം. മോഹൻലാൽ നായകനായി മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ബാറോസ്. ചിത്രത്തിന് കാര്യമായ വിജയം സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചില്ല. ചിത്രം ഉടൻ തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ചിത്രത്തിൻ്റെ OTT റിലീസിനായി നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ ഇതാ റൈഫിൾ ക്ലബ് എന്ന ചിത്രം നെറ്റ്ഫ്ലിക്സ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. മികച്ചൊരു ആക്ഷൻ ത്രില്ലർ ചിത്രം തന്നെയാണ് ചിത്രം. അതോടുകൂടി തന്നെ അർജുൻ അശോകൻ നായകനെത്തിയ ചിത്രമായിരുന്നു ആനന്ദ് ശ്രീബാല. ചിത്രത്തിൽ അപർണ ദാസ് പ്രധാന വേഷത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. ചിത്രം ഈ വരുന്ന ജനുവരി 18-ാം തീയതി മുതൽ മനോരമാക്സ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യലായി കൺഫേം ആക്കിയിട്ടുണ്ട്. ചിത്രങ്ങളുടെ OTT റിലീസിനായി നമുക്ക് കാത്തിരിക്കാം. നിങ്ങൾ കാത്തിരിക്കുന്ന ചിത്രം ഏതാണ്? തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.